46 ദിവസം വലിയ ശനി, നിശബ്ദതയിലെ വിപ്ലവം, ദ ലിമിനൽ സ്പേസ്. ലോകത്തിൻ്റെ രക്ഷകൻ കല്ലറയിൽ നിശബ്ദനായിരിക്കുന്ന സമയം. എന്നാൽ ഈ നിശബ്ദത ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പാണ്. ഈ ദിവസം സഭയിൽ തിരുക്കർമ്മങ്ങൾ കുറവാണ്, നിശബ്ദമായ പ്രവർത്തനമാണ്. പുറമേ കാണുമ്പോൾ യേശു മരിച്ചുവെന്ന് തോന്നുമായിരിക്കാം. എന്നാൽ ആന്തരികമായി അവൻ പാതാളത്തിൽ ചെന്ന് അവിടെ ബന്ധിതനായ ആത്മാക്കളെ മോചിപ്പിക്കുകയായിരുന്നു. 1 പത്രോസ് 3:19. ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നില്ല എന്ന് അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ പലപ്പോഴും രൂപപ്പെടുന്നത് നിശബ്ദതയുടെയും ഏകാന്തതയുടെയും നിമിഷങ്ങളിലാണ്. അല്പം മനഃശാസ്ത്രം. ശൂന്യതയെ സ്വീകരിക്കുക, എംബ്രേസിംഗ് ദ വോയിഡ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ലിമിനൽ സ്പേസ് എന്ന് വിളിക്കുന്നു. അതായത് പഴയത് അവസാനിക്കുകയും പുതിയത് വരാതിരിക്കുകയും ചെയ്യുന്ന ആ ഇടവേള. കാത്തിരിപ്പിലെ ഉത്കണ്ഠയുണ്ട്. നമുക്ക് മിക്കപ്പോഴും ഉത്തരങ്ങൾ ഉടൻ വേണം. കാത്തിരിക്കാൻ നമ്മൾ ഭയപ്പെടുകയാണ്. വലിയ ശനി നമ്മളെ പഠിപ്പിക്കുന്നത് അനിശ്ചിതാവസ്ഥയെ എങ്ങനെ ധൈര്യത്തോടെ നേരിടാം എന്നതാണ്. ഇവിടെ മൗനത്തിൻ്റെ ശക്തിയുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് പുതിയ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുകയായിരിക്കും. ഒരു വിത്ത് മണ്ണിൽ കിടന്ന് അഴുകി പുതിയ മുള വരുന്നത് പോലെ നിശബ്ദതയിൽ നിന്നാണ് വലിയ മാറ്റങ്ങൾ ജനിക്കുന്നത്. ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഡിജിറ്റൽ സൈലൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെയും AI അപ്ഡേറ്റുകളുടെയും ബഹളത്തിൽ നിന്ന് മാറി നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണമായ നിശബ്ദത പരീക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. നിരന്തരമായ നോട്ടിഫിക്കേഷനുകൾക്കിടയിൽ സ്വന്തം ശബ്ദം കേൾക്കാൻ മറന്നുപോയ മനുഷ്യൻ വലിയ ശനിയിലെ നിശബ്ദതയെ ഒരു മാനസിക സൗഖ്യ മാർഗമായി കാണാൻ തുടങ്ങിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ചെറിയ നിശബ്ദ ചലഞ്ച്, സൈലൻസ് ചലഞ്ച്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആണ്. ഇന്ന് ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക പരമാവധി സമയം. വിവരങ്ങളുടെ ബഹളമില്ലാതെ നിങ്ങളുടെ മനസ്സിനോട് മാത്രം സംസാരിക്കുക. രണ്ടാമതായി കാത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് വേവലാതിപ്പെടാതിരിക്കുക. ശരിയായ സമയത്ത് അത് സംഭവിക്കുമെന്ന് സ്വയം പറയുക. എന്നോട് തന്നെ ചോദിക്കുക, എൻ്റെ ജീവിതത്തിലെ ബഹളങ്ങൾക്കിടയിൽ എനിക്ക് ദൈവത്തിൻ്റെ നിശബ്ദമായ സ്വരം കേൾക്കാൻ കഴിയുന്നുണ്ട്. വലിയ ശനി നമുക്ക് നൽകുന്ന ഉറപ്പ് ഇതാണ്: ഓരോ അന്ധകാരത്തിന് ശേഷവും ഒരു വെളിച്ചമുണ്ട്. കല്ലറ ഒന്നിൻ്റെയും അവസാനമല്ല, അത് ഉയർപ്പിൻ്റെ കവാടമാണ്. നിശബ്ദതയെ ഭയപ്പെടാതെ അതിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് നാം നമ്മെ തന്നെ കണ്ടെത്തുന്നത്. നിശബ്ദമായി നമുക്ക് നമ്മെ കണ്ടെത്താം, നമ്മിലെ പ്രകാശത്തെ കണ്ടെത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ.